ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്താണ് വിശേഷമൊക്കെ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. യെസ്, അപ്പോൾ നാളെ എന്താണ് നാളെ നമ്മുടെ USS എക്സാമിനേഷൻ ആണ് അല്ലേ? അപ്പോൾ മാമിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആർക്കെങ്കിലും മാമിനെ പരിചയമുണ്ടോ? യെസ് മാം, അറബിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറബിക്ക് എടുക്കുന്ന അസ്ലഹ മാം ആണ്. അറിയാത്തവർക്ക് വേണ്ടി മാം ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം നാളത്തെ എക്സാമിന് നമുക്ക് അറബിക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നല്ല പോലെ ആൻസർ ചെയ്യാൻ പറ്റണം. അതിനുമായി മാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, അറബിക് പാർട്ട് എഴുതാനായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. അതിനു വേണ്ടിയാണ് മാം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചുകൊണ്ട് മാമിൻ്റെ കൂടെ ഇരിക്കുക. ഒരു വെറിയുടെയും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാട്ട് ഡിസ്കഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അറബിക് പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് മാമിൻ്റെ ക്ലാസ്സിലേക്ക് നല്ല പോലെ ശ്രദ്ധിച്ച് ഇരിക്കുക. സോ നമ്മളിതേ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ എക്സാമിന് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേനയും ഒരു ബുക്കും നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം മാം പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ അത് വേഗം എഴുതണം. അപ്പം നമ്മളെ എന്ത് പറ്റും? നമ്മളൊരു മെമ്മറി ലെവലൊക്കെ എത്രയുണ്ട്, നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് മാം പറഞ്ഞിട്ടുള്ളത്. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും മാമിൻ്റെ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നല്ല 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 പോയിന്റ്സുകൾ എഴുതിയെടുക്കുകയും നമ്മുടെ കൂടെ തന്നെ എഴുതിക്കൊണ്ട് മാമിൻ്റെ കൂടെ തന്നെ വരികയും ചെയ്യണം കേട്ടോ. അപ്പോൾ മാം ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ശരി, ഇവിടെ മാം കുറച്ച് ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ സെഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ പോർഷനിൽ മാം ആൻസേഴ്സ് കൊടുത്തിട്ടില്ല, ഓൺലി ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് മാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യണം? മാമിൻ്റെ കൂടെ ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ച് അറബിക് പോർഷനിൽ നിന്ന് വരുന്ന ഒരു മാർക്ക് പോലും നമ്മൾ എന്ത് ചെയ്യരുത്? പോക്കരുത്. ഓക്കെ ആണല്ലോ? അറബിക് പോർഷനിൽ വരുന്ന ഒരു മാർക്കും മാമിൻ്റെ കുഞ്ഞുങ്ങൾ പോക്കരുത്. അത് 100% നമുക്ക് ഫുൾ സ്കോർ ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ മാം നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ മാം ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. കുറച്ച് പോർഷൻസ് കട്ടായി പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് വരുന്ന സമയത്ത് മാം ഇങ്ങനെ നീക്കി കാണിച്ചു തരാം കേട്ടോ. ശരി, അപ്പം നോക്കൂ മക്കളെ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പാരഗ്രാഫാണ് അല്ലേ? ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ആ പാരഗ്രാഫ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് ആ പാരഗ്രാഫിൽ നിന്നാണ് പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കാന ഫവാസ് യൽഅബു മഅ അസ്ദിഖാഇഹി. ഫി മൈദാൻ. ഫവാസ് എന്താ ചെയ്യുന്നത്? ഫവാസ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ? ഫവാസ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? അവന് മൈതാനത്ത് ഗ്രൗണ്ടിൽ അവന് കളിക്കാൻ പോയി അല്ലേ? ഫസഖത്ത സ്വദീഖുഹു അൻവർ. അങ്ങനെ ഇരിക്കെ അവൻ്റെ ഫ്രണ്ട് ആര് വീണു? അൻവർ വീണു. എവിടെയാണ് വീണത്? അലൽ അർലി. എവിടെ? ഭൂമിയിൽ വീണു, അതായത് പ്ലേ ഗ്രൗണ്ടിൽ വീണു. ഇൻകസറത് റിജ്ലുഹു ഫദഹബ ബിഹി ഫവാസ് ഇലാ ബൈതിഹി. അങ്ങനെ അവൻ്റെ ഇൻകസറത് അവൻ്റെ കാൽ എന്ത് ചെയ്തു? മുറിഞ്ഞു. ഫദഹബ ബിഹി ഫവാസ് ഇലാ ബൈതിഹി. അവനെയും കൊണ്ട് ഫവാസ് എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിലേക്ക് പോയി. അഖ്ബറ ഇല ഉമ്മിഹി മാ ഹദസ. എന്നിട്ട് ഉമ്മാനോട് എന്ത് ചെയ്തു? എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഉമ്മാനോട് എന്ത് ചെയ്തു? പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, മൻ സഖത അസ്നാ അൽ-ലഅബ് അല്ലേ? മൻ സഖത അസ്നാ അൽ-ലഅബ്. അസ്നാ എന്നുള്ള പദം കണ്ടോ മക്കളെ? ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ആ വേർഡ് ബൈ മീനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വേർഡ് പഠിച്ചു വെക്കണം. അസ്നാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിൽ നിന്നാണ്. മൻ സഖത്ത് അല്ലെങ്കിൽ ആ സമയത്ത് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. കളിക്കുന്ന സമയത്ത് ആരാണ് സഖത്ത വീണത്?
ആരാ വീണത്? നമുക്കിവിടെ സക്കത്ത എന്നുള്ള വേർഡ് ഈ പാരഗ്രാഫിലുണ്ടല്ലോ അല്ലേ? ഇതാ സക്കത്ത എന്നുള്ള വേർഡിന് മാം അണ്ടർലൈൻ ചെയ്തു. അതിന് തൊട്ടടുത്തത് ആരാണ്? സ്വദീഖുഹു അൻവർ. കണ്ടോ? സ്വദീഖുഹു അൻവർ കണ്ടില്ലേ? അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? ആൻസർ ഉണ്ട്. അപ്പൊ അതാണ് എന്ത് കറക്റ്റ് ആൻസർ. ആരാണ് വീണത്? അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അൻവർ ആണ് വീണിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതേ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരാ വീണത്? അൻവർ. സ്വദീഖുഹു അൻവർ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഐന ലഅബ ഫവാസ്. ഐന ലഅബ ഫവാസ്. ഫവാസ് എവിടെയാണ് ലഅബ? ലഅബമാന കളിച്ചത്. ഫവാസ് എവിടെയാണ് കളിച്ചത്? എവിടെയാ കളിച്ചത്? ഓപ്ഷൻ എ ഫി സൊഫ്. ഓപ്ഷൻ ബി ഫി ബൈത്തി അൻവർ. എവിടെ? അൻവറിന്റെ വീട്ടില്. ഓപ്ഷൻ സി ഫി മൈദാനിൽ മദ്രസ. ഓപ്ഷൻ ഡി ഫിൽ ബൈത്ത്. ഇത്രയും സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഏതാണ്? എവിടെയാണ് അൻവർ എന്താ പറയാ? ഐന ലഅബ ഫവാസ്. എവിടെയാണ് ഫവാസ് കളിച്ചത്? നമുക്കറിയാം എവിടെയാണ്? മൈദാനിൽ മദ്രസ. കറക്റ്റ് മൈദാനിൽ മദ്രസയാണ്. കാരണം എന്താണ്? അവർ നമ്മളെ പാരഗ്രാഫിൽ ഇത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫി മൈദാനിൽ മദ്രസ എന്നല്ലേ. ഇവിടെ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ? ലഇബ എന്നുള്ള. അപ്പം ലഇബ എന്നുള്ള ഈ ഒരു വേർഡ് നിങ്ങൾ കണ്ടോ പാരഗ്രാഫിൽ? കണ്ടില്ലേ? ലഇബ എന്നുള്ള ഈ ഒരു വേർഡ്. എന്നിട്ടോ അതിന് തൊട്ട ശേഷം കണ്ടോ മൈദാനിൽ മദ്രസ എന്നിവിടെ കൊടുത്ത കണ്ടോ? മൈദാനിൽ മദ്രസ കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് നമുക്ക് എഴുതാനായിട്ട്. കാരണം ക്വസ്റ്റ്യൻ ഇങ്ങനെ പാരഗ്രാഫ് വൈസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പാരഗ്രാഫ് ആദ്യം നോക്കുക, ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് വായിക്കാം. എന്നിട്ട് മാമിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ വേർഡിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്ന പോർഷൻ എവിടെയാണ് വന്നത്, ബാക്കി വരുന്ന പോർഷൻ എവിടെയാണുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നോക്കണം. അതേപോലെയാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത്. നോക്കിയേ, മൻ സഖത്ത അസ്ന അൽ അബ് അല്ലേ? മൻ സഖത്ത അസ്ന അൽ അബ്, ആരാണ് കളിക്കിടയിൽ വീണത്? അപ്പൊ ആ മൻ എന്നുള്ള വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? മന്നാണ്. അപ്പൊ ആ മൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന് നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് മാറ്റി നിർത്തി ശേഷമുള്ള അസ്ന അൽ അബ് എന്നുള്ള ഈ ഒരു വേർഡ് കണ്ടോ, അത് പാരഗ്രാഫിൽ എവിടെയാ വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ ജസ്റ്റ് ആ ലഅബ് എന്നുള്ള ആ ഒരു വേർഡ് ആരാണ് വീണത് എന്നാണ് അല്ലേ. അപ്പോൾ അസ്ന അല്ല എന്താ പറയാ, സഖത്ത എന്നുള്ള വേർഡ് കേട്ടോ. ഇവിടെ മുതൽ നോക്കണേ. സഖത്ത അസ്ന അൽ അബ് എന്നുള്ള വേർഡ് കണ്ടോ, ആ വേർഡ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം പാരഗ്രാഫിൽ. അപ്പോൾ ഇതേ നമുക്ക് കാണാൻ പറ്റും സഖത്ത എന്നുള്ള വേർഡ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ എന്തുണ്ടാവും? അതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു, അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു, ഫി മൈദാനിൽ മദ്രസ അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നുക്കമ്മിലു അത്തക്കം അല്ലേ. നുക്കമ്മിലു എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർത്തിയാക്കാനാണ്. നുക്കമ്മിലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർത്തിയാക്കുക. നിങ്ങൾ കാണുന്നില്ലേ? നുക്കമ്മിലു അത്തക്കം, പൂർത്തിയാക്കാൻ. അപ്പോൾ അതായത് വിട്ടുപോയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അത് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അൽ മുർസിൽ ഡേഷ് കലിമത്തു തർഹീബ് ഈസ് ഈക്വൽ ടു ബർനാമിജ് അല്ലേ. പിന്നെ മസാഇൽ ഖൈർ ഹിവാർ, അൽഹാൻ മൺലൂം. അപ്പം നിങ്ങൾക്ക് നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കലിമത്തു തർഹീബ് എന്ന് പറയുന്നത് എവിടെയാണ്? പ്രോഗ്രാമിലാണ് പറയാം അല്ലേ. പ്രോഗ്രാം ലിസ്റ്റിലാണ് കലിമത്തു തർഹീബ് പറയാം. മസാഇൽ ഖൈർ എവിടെയാണ് പറയാ? അതൊരു ഹിവാർ നടക്കുന്ന സമയത്താണ് അല്ലേ. മസാഇൽ ഖൈർ ഹിവാർ നടക്കുമ്പോഴല്ലേ അല്ലേ, ഹിവാർ നടക്കുമ്പോഴാണ് മസാഇൽ ഖൈർ പറയാ. അൽഹാൻ വരികൾ എവിടെയാ? മൻലൂമിലാണ് പറയാ, കവിതയിലാണ് പറയാ അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആള് അല്ലേ. എന്തോ ഒരു കാര്യം അയക്കുന്ന ആളാണ് മുർസിൽ, നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ആ മുർസിലിന് അയക്കുന്ന ആള് എന്ന് പറയുമ്പോൾ എവിടെയാണിത് വരുന്നത്? എവിടെയാ വരിക? കത്തിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. അൽ മുദക്കിറ എന്നുണ്ട്,
പിന്നെ ഓപ്ഷൻ ബി അൽ റിസാലത്ത്, ഓപ്ഷൻ സി അൽ ഹിക്കായ, ഓപ്ഷൻ ഡി അൽ ബയാൻ അല്ലേ. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അൽ റിസാലത്ത് എന്നുള്ള പദമാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്, ആ റിസാലത്ത് എന്നുള്ള പദം മുർസിൽ അല്ലേ, മുർസിൽ എന്ന് പറഞ്ഞാൽ എന്താ, അയക്കുന്ന ആള് എന്നാണ്. അപ്പം എന്തോ ഒരു കാര്യം ഇനിയിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും സന്ദേശം അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ അയക്കുന്ന ആളും റിസാലത്ത് കത്തുമാണ് ആ വേർഡിന് എന്തുള്ളത്, അറ്റാച്ച്മെന്റ്, ബന്ധമുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങോട്ട് കിടക്കാൻ പോവാണ്. കാണുന്നുണ്ടോ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് മാം വായിക്കാൻ പോകുന്നത് കേട്ടോ. യദുർസു അദ്നാൻ ഫി സൊഫി ഡാഷ്. യദുർസു അദ്നാൻ ഫി സൊഫി ഡാഷ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതെന്താ സംഭവം? യദുർസു അദ്നാൻ ഫി സൊഫി ഡാഷ്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? സൂം ചെയ്യുമ്പോൾ കുറച്ച് പൊസിഷനെ കിട്ടുന്നുള്ളൂ അല്ലേ. യദുർസു അദ്നാൻ ഫി സൊഫി ഡാഷ്. അപ്പോൾ ഈ ഡാഷ് ഇട്ട സ്ഥലത്ത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം അല്ലേ. ഓപ്ഷൻ എ സബഅ, ഓപ്ഷൻ ബി അസ്സാബിഅ, ഓപ്ഷൻ സി സബഅ, ഓപ്ഷൻ ഡി അസ്സാബിഅ അല്ലേ. ഇവിടെ അദ്നാൻ, യദുർസു എന്ന് പറഞ്ഞാൽ എന്താ, പഠിക്കുന്നു. അദ്നാൻ, അദ്നാൻ പഠിക്കുന്നു. ഫി സൊഫി ഡാഷ് നമ്മൾ എങ്ങനെയാ പറയാ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അങ്ങനെയാണല്ലേ. അപ്പോൾ 7ാം 6ാം അങ്ങനെ നമ്മളൊരു ക്ലാസ്സിനെ, ഒരു എണ്ണത്തെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അലിഫ്ലാം ചേർക്കണം. ഓക്കെ, ഇവിടെ അലിഫ്ലാം ചേർത്തിട്ട് ഇവിടെ ഉള്ള ഒരു പദം ഏതാണ്? അസ്സാബിയ അല്ലേ. അസ്സാബിയ എന്നുള്ള പദമാണ്. അപ്പോൾ എന്താണ്? യദുർസു അദ്നാൻ ഫി സൊഫി സാബിയ അല്ലേ, ഫി സൊഫി സാബിയ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അടുത്ത് വന്നിട്ട് അൽവാനുൻ അലമുൽ ഹിന്ദ്. യെസ്, ഇന്ത്യൻ എന്താ ഫ്ലാഗിൻ്റെ അല്ലേ, എന്താ പറയുക, അൽവാൻ നിറങ്ങൾ എന്താണെന്നാണ് ചോദ്യം. ഏതൊക്കെ കളേഴ്സാണ് ഇന്ത്യൻ ഫ്ലാഗിലുള്ളത്? നമുക്കറിയാലോ ഏതൊക്കെ കളേഴ്സാണ് ഇന്ത്യൻ ഫ്ലാഗിലുള്ളത്. യെസ്, ഗ്രീൻ ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്, വൈറ്റ് ഉണ്ട്, പിന്നെ ഏതാ, സഫറാൻ ഉണ്ട് അല്ലേ. നമുക്ക് 3 അറിയാം, ആ 3 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അഹ്ലർ, അബിയൽ, സഫറാൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6. മാ ഹുവ മുഫ്രദു ആബാർ. മാ ഹുവ മുഫ്രദു ആബാർ. ആബാർ എന്നുള്ളതിൻ്റെ മുഫ്രദ് എന്താണ്? എന്താ മക്കളെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ? ഇനി അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മുഫ്രദ് രണ്ടും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവരുത് കേട്ടോ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം എന്നാണ്, സിംഗുലർ ഫോം. ഓക്കെ, മുഫ്രദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗുലർ ഫോം. അതേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലൂറൽ ഫോം. അതായത് ഇതിപ്പോൾ എന്താണ്? ഇതൊരു പേനയാണ് അല്ലേ. ഇതെന്താണ്? ഇതൊരു പേനയാണ്, നമുക്കറിയാം ഇതൊരു പേനയാണ്. അപ്പോൾ ഇത് ഒരു പേനയല്ലേ, 2 പേനയാണോ? അല്ല, ഒരു പേന. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെയാ പറയാ? കലമുൻ വാഹിദ്, അതായത് കലമുൻ ഒരു പേന. എന്നാൽ കുറേ പേനകൾ എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? അക്ലാമുൻ എന്നാണ് പറയാ അല്ലേ. കലമുൻ, അക്ലാമുൻ, അത് ജം ആണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജം. ഇതിനെ നമ്മൾ ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് മുഫ്രദ്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആബാർ എന്ന് പറഞ്ഞാൽ കിണറുകൾ എന്നാണ്. നമ്മൾ വെള്ളമൊക്കെ കോരുന്ന കിണറില്ലേ, കിണറുകൾ എന്ന് പറയുന്നതാണ് ആബാർ. എന്താ ഒരു കിണറിന് എന്താ പറയാം? ഒറ്റ കിണറിന്, ഒരു കിണറിന് നമ്മൾ എന്താ പറയാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തത് നിങ്ങൾ നോക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. ഒരൊറ്റ കിണറിന് എന്ത് പറയും? എന്താ പറയാ ഒരു കിണറിന്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആ അതിലൊരു എന്താ പറയുക, ഒരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും, അതായത് മുഫ്രദും ജംഉം കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സെയിം ലെറ്റേഴ്സ് തന്നെ ചെറിയൊരു വേരിയേഷനിൽ വരുന്നതാണ് അല്ലേ, സെയിം ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കി നോക്കാം അല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇബ്റത്ത് എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇബ്റത്ത്, അതെന്തായാലും അല്ല അല്ലേ. 2 ഓപ്ഷൻ ബി ഇബുറുൻ, ഓപ്ഷൻ സി ബിറുൻ. കാരണം എന്താണ്?
ഈ എന്നുള്ള പദം അതിലില്ല തന്നെ അല്ലേ. പിന്നെ ഓപ്ഷൻ ഡി ജമീ ഇജാബാത്തുൻ സഹീഹ്, എല്ലാ ആൻസറും ശരിയാണ്. അപ്പം ഇതിൽ ഈ എന്നുള്ള പദം, ഇവിടെ ഈ എന്ന് കൊടുത്ത പദം നമ്മൾ ഒറിജിനലി എന്നുള്ള ആബാർ എന്നുള്ള പദത്തിലുണ്ടോ? ഇല്ല. അപ്പം തന്നെ അതെന്താണ്, തെറ്റെന്നാ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പം നോക്കിയേ, ബിറുൻ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ബിറുൻ, ആബാറിൻ്റെ മുഫ്രദാണ് ബിർ. അപ്പോൾ ബിറിൻ്റെ എന്താ, ആബാർ അല്ലേ. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ. ഇനി അടുത്തത് എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 7. ഹസല സിനാൻ അല ദറജത്തിൽ ഊല. സിനാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഓക്കെ, ഈ ഫി ഇംതിഹാൻ എവിടെ, എക്സാമിൽ. ഫസാറ ഡേഷ് ജിദ്ദൻ, ഫസാറ അപ്പോൾ അവനായി, ഡേഷ് ഹാപ്പി ആയി എന്നാണ്, ജിദ്ദൻ വളരെയധികം. അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കി നോക്കാം. മസ്റൂർ എന്നാണ് ഹാപ്പിക്ക് പറയാം കേട്ടോ. അപ്പം അത് ഏത് രീതിയിലാണ് അവിടെ കൊടുക്കുക, മസ്റൂറുൻ, മസ്റൂറൻ, മസ്റൂറ, മസ്റൂരിൻ അല്ലേ. മസ്റൂരിൻ എന്നൊന്നും പറയൂല ഒരിക്കലും അല്ലേ. കാരണം എന്താണ്, അവിടെ ഹർഫുൽ ജറോ ഫിയലോ അങ്ങനൊന്നും വന്നിട്ടില്ല. അപ്പോൾ മസ്റൂറൻ എന്നുള്ള കറക്റ്റ് ആൻസർ വരാൻ കാരണം എന്താണ്, മഫ്ഊലുൻ ബിഹിയാണ് അല്ലേ. മസ്റൂറൻ കറക്റ്റ് ആൻസർ ആണത് അല്ലേ. അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം. അതെ, പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ജിദ്ദൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു നാത്ത, ഒരു വിശേഷണമാണ്. അപ്പോൾ ആ തെൻവീൻ ഫത്തഹ തന്നെ ആയിരിക്കും, തെൻവീൻ ഫത്തഹ പ്ലസ് അലിഫ് തന്നെ ആയിരിക്കും തൊട്ടപ്പുറത്തുള്ള എന്താ പറയുക വേർഡിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്പർ 8, 8ാമത്തെ ക്വസ്റ്റ്യൻ. എന്തൊരു ഈസിയാണ് അല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പോന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒന്ന് എക്സാമിന് അല്ലെങ്കിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മളെ മൈൻഡിൽ അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് മാമിൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമ്പർ 8 എന്താണ്, സഅല അൽ മുദരിസ്. മുദരിസ് എന്ത് ചെയ്തു, ചോദിച്ചു. എന്താ ചോദിച്ചത്, അയിന തദ്ഹബു ഫി അയ്യാമിൽ ആത്ലത്തി ഖാദിമ, അയിന തദ്ഹബു ഫി അയ്യാമിൽ ആത്ലത്തിൽ ഖാദിമ. അതായത് വരുന്ന വെക്കേഷനിൽ നീ എവിടെയാ പോവണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഅജാബ ദാരിസ്, ആരുത്തരം പറഞ്ഞു, കുട്ടികൾ ഉത്തരം പറഞ്ഞു. അന ഡേഷ് ഇല ഉസ്രത്തി ഇൻഷാ അല്ലാഹ്. അന ഡേഷ്, ഞാൻ എന്ത് ചെയ്യും, പോകും. അങ്ങനെയാണ് അവിടെ വേണ്ടേ. അന ഡേഷ് ഇല ഉസ്രത്തി ഇൻഷാ അല്ലാഹ്. അന ഡേഷ് ഇല ഉസ്രത്തി, അന ഞാൻ എന്താക്കും, പോകും എന്ന് പറയാം. അപ്പോൾ ആ അന വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ഫിഅൽ വന്നാൽ ഞാൻ പോകും എന്നെങ്ങനെയാ പറയാ, ആ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. റഹബ പോയി, അത് ഹബു ഞാൻ പോകും, കെത്തബ എഴുതി, അക്തുബു ഞാൻ എഴുതും. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ്, പിന്നെ റജ മടങ്ങി, അർജിഉ ഞാൻ മടങ്ങി അല്ലേ. യെസ്, അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദഹബ്തു, യദ്ഹബു, അദ്ഹബു. ഏതാ വരിക, അദ്ഹബു ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. സയ്യിദ് നവാൽ മുഹന്നി ഷായിറത്തുൻ ഡേഷ്. എവിടെയുള്ള കവയിത്രിയാണ് നവാൽ മുഹന്നി? എവിടെയുള്ള, മിസ്രിയ അല്ലേ, മിസ്റിലാണ് അവരുടെ സ്വദേശം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. യാ റാഷിദ് ഡേഷ് അൽ മഷ്റൂബാത്തി ത്വബിഇയ്യ. ഡേഷ് അൽ മഷ്റൂബാത്തി ത്വബിഇയ്യ, പ്രകൃതിതരമായിട്ടുള്ള പാനീയങ്ങൾ നീ എന്ത് ചെയ്യ്, കുടിക്ക് എന്നാണ്. അപ്പോൾ കുടിക്കുക എന്നുള്ള പദം ഫിഅൽ അംറിൽ വരണം അല്ലേ. നീ കുടിക്ക് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. യാ റാഷിദ് അല്ലേ, നീ കുടിക്ക്. അൽ മഷ്റൂബാത്തി ത്വബിഇയ്യ, പ്രകൃതിപരമായിട്ടുള്ള പാനീയങ്ങൾ നീ എന്ത് ചെയ്യ്, കുടിക്ക്. അപ്പം അവിടെ നീ കുടിക്ക് എന്ന് അവിടെ വരണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ അവിടെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം? യെസ്, ഫിഅൽ അംറാക്കണം. ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു, ഇഷ്റബ് അല്ലേ. ഇഷ്റബ് അതിൻ്റെ ഫിഅൽ അംറാണ് ഇഷ്റബ്, നീ കുടിക്ക് അല്ലേ. അപ്പം അവിടെ ഫിഅൽ അംറിനെയാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇഷ്റബ് കണ്ടില്ലേ, ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഇഷ്റബ്. ഇത് ഫസ്റ്റ് മാം ആൻസേഴ്സ് അടങ്ങിയത് ഡിസ്കഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോയത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ഇതിൽ വെച്ചതും. ഓക്കെ, അപ്പോൾ ഇഷ്റബ് എന്ന് പറഞ്ഞാൽ നീ കുടിക്ക്, നീ എന്ത് ചെയ്യ്,
കുടിക്ക്. ഇഷ്റബ് അൽ മഷ്റൂബാത്തി ത്വബിഇയ്യ അല്ലേ. ഇനി അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11 അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നഹ്തഫിലു ബിയൗമിൽ ഉമ്മഹാത്ത്. നഹ്തഫിലു ബിയൗമിൽ ഉമ്മഹാത്ത്. നഹ്തഫിലു നമ്മൾ എന്ത് ചെയ്യുന്നു, ആചരിക്കുന്നു. ബിയൗമിൽ ഉമ്മഹാത്ത്. യൗമുൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മാതൃദിനം അല്ലേ. മാതൃദിനം എന്താണ് നമ്മൾ നമ്മളെ ഒരുവിധം എന്താ പറയാ ഡേയ്സുകളുടെ പേരുകൾ ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ മാതൃദിനം എന്താണ്, ഡിസംബർ 18. ദെൻ യോമുൽ അഹദ് അസാനി മിൻ ഷഹറി മായു യൂല്യു 19. യോമുൽ ജുമഅ അൽ ഊല മിന ഷഹരി ഓസ്റ്റ്. അപ്പോൾ യോമുൽ അഹദ് അസാനി മിൻ ഷഹരി മായു ആണ് കറക്റ്റ് ആൻസർ അല്ലേ. യെസ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് മെയ് ഏതാണ്, യോമുൽ അഹദ് ഞായറാഴ്ചയാണ്. അസാനി 2-ാം തീയതിയാണ്. മിനശഹരി മായു മെയ് 2 ഞായറാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത എന്താണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. നഖ്താറു അഷാദ്. എന്താ മക്കളെ ഷാദ് എന്ന് പറഞ്ഞാൽ പലർക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറയുക ഒരു ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഷാദ്. ഷാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡ് വൺ. ഇറ്റ് മീൻസ് കൂട്ടത്തിൽ പെടാത്ത ഇരിക്കുന്ന വേർഡ്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മളോട് സെലക്ട് ചെയ്ത് എടുത്തെഴുതാൻ പറ്റുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓഡ് വൺ കുർത്ത്. കുർത്ത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഹൽഹാൽ, പിന്നെ ഓപ്ഷൻ സി സിവാർ, ഓപ്ഷൻ ഡി ത്വാബത്ത്. അപ്പോൾ ഇതിൽ കുർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മൽ. ഹിൽഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാദസരം കൊലുസ് അല്ലേ. ഓപ്ഷൻ സി സിവാർ എന്ന് പറഞ്ഞാൽ ബ്രേസ്ലെറ്റ്. പിന്നെന്താണ് ബ്രേസ്ലെറ്റ് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ഡി ത്വാബത്ത്. ത്വാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പന്ത്, ബോൾ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓർണമെന്റ്സ് ആണ്. ഓപ്ഷൻ ഡി എന്താണ്, ബോളിനാണ് പറയാം, ത്വാബത്ത്. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ കുറേ പക്ഷികളെ പേര് കൊടുക്കും. അതിലൊരു എന്താ പറയുക മൃഗത്തിൻ്റെ പേര് അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൽ നിങ്ങൾ അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യും, ഓഡ് വണ്ണായിട്ടുള്ള ഒന്നിനെ കൊടുക്കും. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കണം. 13ാമത്തെ ക്വസ്റ്റ്യൻ. നുലാഹിലു അൽ ഇഷാറ വനഖ്താറു അൽ ഇജാബത്ത് സഹിഹ അല്ലേ. നുലാഹിലു അൽ ഇഷാറ വനഖ്താറു ഇജാബത്ത് സഹിഹ. ഇഷാറ എന്താണ്, ഇതാണ്, ഇതിനെയാണ് ഇഷാറ എന്ന് പറയാം. ഓക്കെ. ഇതുപോലെയുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സൂചനകൾ. അപ്പോൾ അത് നോക്കിയിട്ട് അത് നമ്മളോട് എന്താ പറഞ്ഞത്, ആൻസർ ചെയ്യാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ എഴുതിയിട്ട് 35 എന്ന് എഴുതിയിട്ട് റൗണ്ടിൽ റെഡ് കളറിൽ റൗണ്ട് ഇട്ടാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ വരുന്ന സമയത്ത് ഓരോ സൈഡിലും ഓരോ സിമ്പിൾസ് കാണിച്ചിട്ടുള്ള ബോർഡ്, സൈൻ ബോർഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ബോർഡിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് 35 എന്ന് എഴുതിയിട്ടുള്ളത്. 35 എന്ന് പറഞ്ഞാൽ എന്താണ്, വേഗത, ആ പരിധി അതാണ്, വേഗതാ പരിധി. അതായത് അത്ര സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ആ ഒരു ഏരിയയിൽ പോകാൻ പറ്റുള്ളൂ, അതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ എ എന്താണ്, സിക്കത്തുൽ ഹദീദ അല്ലേ. സിക്കത്തുൽ ഹദീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. ഓപ്ഷൻ ബി തഹ്ദീദ് സുർഅ, വേഗപരിധി. മൻആത്തിഫിൽ യമീനി, അതായത് വലത്തോട്ടുള്ള ലെഫ്റ്റ് ടേൺ. പിന്നെ ഡി, ഓപ്ഷൻ ഡി മംനു അൽ വുഖൂഫ്, അവിടെ നിർത്താൻ പാടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ്, തഹ്ദീദ് സുർഅ, വേഗപരിധിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട്, സുർഅത്ത് എന്ന് പറഞ്ഞാൽ സ്പീഡ് ട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്പർ 14 അല്ലേ, നമ്പർ 14. നഖ്താറു അൽ ജുംല സ്വഹീഹ. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള സെൻറ്റൻസിനെ ചൂസ് ചെയ്ത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരിയായ സെൻറ്റൻസിനെ ചൂസ് ചെയ്ത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്തറൈതു ഖംസു ഖലമിൻ. ഓപ്ഷൻ ബി ഇഷ്തറൈതു ഖംസത്തു അഖ്ലാമിൻ. ഓപ്ഷൻ സി ഇഷ്തറൈതു ഖാമിസത്തു ഖലമിൻ. ഓപ്ഷൻ ഡി ഇഷ്തറൈതു ഖംസത്തു ഖലമിൻ. ഇതേതാണ് കറക്റ്റ് ആൻസർ? ഒബ്വിയസ്ലി നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്, ഇഷ്തറൈതു ഖംസത്തു അഖ്ലാമിൻ അല്ലേ. എന്തുകൊണ്ടാണ് മക്കളെ ഇതായത് കറക്റ്റ് ആൻസർ? നമുക്കറിയാം
ഒന്നും രണ്ടും സെയിം ആണ്. എന്നാൽ 3 മുതൽ 10 വരെ എന്താണ് എണ്ണം സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണപ്പെട്ട വസ്തു എന്താവണം? പുല്ലിംഗാവണം. അപ്പോൾ എണ്ണം ഇവിടെ കണ്ടോ, സ്ത്രീലിംഗം വന്നു, എണ്ണപ്പെട്ട വസ്തു എന്തായി? പുല്ലിംഗായി. ഇത് സ്ത്രീലിംഗാണ്, ഇത് പുല്ലിംഗാണ്. പിന്നെ വേറൊന്ന്, എണ്ണപ്പെട്ട വസ്തു എന്താവണം? ജം ആവണം അല്ലേ? കലമിൻ്റെ ജം ആണ് അക്ലാം. പിന്നെ തെൻവീൻ കെസറയും കൊടുക്കണം. അപ്പം അതൊക്കെ നോക്കുമ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഇതൊന്നും എന്തല്ല, കറക്റ്റ് ആൻസർ അല്ല. അപ്പോൾ ഈ എണ്ണം നിങ്ങളിൽ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഈ ഒരു മാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നിയമം ഉണ്ടല്ലോ, അത് സിമ്പിളായിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. മുഅല്ലിഫു കിതാബു അൽ ഹിന്ദി തനാൽ ഹരിയ. ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ രചയിത ആരാണ്? രചന നിർവഹിച്ചത് ആരാണ്? അബുൽ കലാം ആസാദ് കേട്ടോ. അബുൽ കലാം ആസാദിൻ്റെ ബുക്കാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളോട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളോട് ഖുർആനിൽ നിന്നും അതേപോലെ അദബിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഖുർആനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ എന്ത് ചെയ്യുക? എഴുതണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു പോർഷൻ അല്ലേ, ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. കാന വൈക്കം മുഹമ്മദ് ബഷീർ അദീബൻ മഷ്ഹൂറൻ അല്ലേ? കാന വൈക്കം മുഹമ്മദ് ബഷീർ അദീബൻ മഷ്ഹൂറൻ വുലിദ ബിത്തലയോലപ്പറമ്പ് ഫി മുക്കാത്താഴത്തി കോട്ടയത്ത് നിന്ന്. പിന്നെ യനായർ 19 അസനത്തി 1905. അബൂഹു കെ അബ്ദുറഹ്മാൻ വ ഉമ്മുഹു കുഞ്ഞാത്തുമ്മ. ഇഷ്തഹറ ബി ബേപ്പൂർ സുൽത്താൻ ലഹു മുഅല്ലഫാത്തുൻ അദീദ മിസ്ല ഷാത്തു ഫാത്തിമ അൽ അസ്വാത്ത് കാന ലിജദ്ദി ഫീൽ വത്തൂഫി ഫി യൂല്യു 5 അസനത്തി 1994. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എന്താ തന്നിട്ടുള്ളത്? ഒരു പാരഗ്രാഫ്. ഇത് ഞാൻ നിങ്ങൾക്ക് സൂം ഔട്ടാക്കി തരാം. സൂം ഔട്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വായിച്ച് കറക്റ്റ് ആക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1, മൻ കാനത്ത് ഫാത്തിമ ലി ബഷീരി മിനൽ ഖിസ്സ. ഇവിടെ ഫാത്തിമ എന്ന് പറയുന്നത് ബഷീറിൻ്റെ ആരാണ്? മൻ ആണ് ക്വസ്റ്റ്യൻ. ആര്? മൻ കാനത്ത് ഫാത്തിമ ലി ബഷീരി. ബഷീറിൻ്റെ ആരാണ് അല്ലേ? ആരാണ് ഫാത്തിമ? നമുക്കറിയാം അല്ലേ? ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കൊക്കെ വേഗം മനസ്സിലാവും. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ അമ്മത്ഹു, ഓപ്ഷൻ ബി ഖാലത്ഹു, ഓപ്ഷൻ സി ഉഖ്തുഹു, ഓപ്ഷൻ ഡി ഉമ്മുഹു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഫാത്തിമ ആരാണ്? അദ്ദേഹത്തിൻ്റെ ഉഖ്താണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. അടുത്തത് ഫി ഐ മുക്കാത്തഴത്തിൻ വുലിദ ബഷീർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്നറിയോ? ഫി ഐ മുക്കാത്തഴത്തിൻ വുലിദ ബഷീർ. അത് ഇവിടെ വുലിദ ബഷീർ എന്ന് പറഞ്ഞിട്ട് ഏത് മുക്കാത്തഴത്ത് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ? അതിന് തൊട്ടടുത്തതാ കോട്ടയം ഉണ്ടല്ലേ? അപ്പം അതന്നെ ഓപ്ഷനിലുണ്ടോ നോക്കിയാൽ മതി. കറക്റ്റ് കോട്ടയം അല്ലേ? ഏതാണ്? കോട്ടയം. ഓക്കെ, അപ്പോൾ ഇതേ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് വന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3. ഫി ഐ യോമിൻ നഖ്തഫിലു യോമുൽ ബഷീർ. ഫി ഐ യോമിൻ നഖ്തഫിലു യോമുൽ ബഷീർ. ഏത് ദിവസമാണ് യോമുൽ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏത് ദിവസമാണ് ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്? നമുക്കറിയാലോ, ഇവിടെ ബഷീർ ജനിച്ച ആ ഒരു ഡേറ്റ് ഏതാന്ന് നോക്കിയാൽ മാത്രം മതി. ഏതാണ്? യൂല്യു 5 അല്ലേ? അപ്പോൾ ഓപ്ഷനിൽ ഇവിടെ ഉണ്ടോ നോക്കിയേ, യൂല്യു 5 കണ്ടോ? അപ്പോൾ ആ പാരഗ്രാഫ് നിങ്ങൾ നല്ലപോലെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ആ രീതിയിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻ പാരഗ്രാഫിൽ എവിടെയാണ് വന്നത് എന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. നഖ്താറു അൽ ഫിഅലു മിനൽ ജുംല. ഒരു ജുംല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ജുംലയിൽ നിന്ന് നമ്മളോട് ഫിഅലിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫിഅൽ എന്താണ്? ഫിഅൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയാണ് അല്ലേ, പ്രവൃത്തിനെയാണ് നമ്മൾ ഫിഅൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇതൊന്ന് വായിച്ച് നോക്കാം. കാന ബാസിം യർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. കാന ബാസിം യർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നിന്ന് ഫിഅലിനെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഫിഅലിനെ അല്ലേ. അപ്പോൾ ഫിഅലിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ജസ്റ്റ് അർത്ഥം ഒന്ന് മനസ്സിലാക്കണം അല്ലേ. കാന ബാസിമായിരുന്നു, യർജിഉ അവൻ എന്ത് ചെയ്യായിരുന്നു, മടങ്ങുകയായിരുന്നു. എവിടെ നിന്ന്? മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്, മസാഅൻ എപ്പോഴാ? യെസ്, ഈവനിങ്ങിൽ അല്ലേ. അപ്പോൾ ഇവിടെ യർജിഉ എന്നുള്ള പദമാണ് ഫിഅൽ അല്ലേ. ഇതിൽ ഫിഅലിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? യർജിഉ എന്നത് എന്താണ്? അതൊരു ഫിഅലാണ് അല്ലേ. യർജിഉ എന്നത് എന്താണ്? അതൊരു ഫിഅലാണ്. സോ ആ തന്നിട്ടുള്ള എന്താ പറയുക സെൻറ്റൻസ് അത് നന്നായിട്ട് വായിച്ചിട്ട് ആ സെൻറ്റൻസിൽ നിന്ന് എന്ത് ചെയ്യണം, ആ സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾ ഫിഅലിനെ ഐഡൻറ്റിഫൈ, ഒന്നെങ്കിൽ മാളി ആയ രൂപത്തിലായിരിക്കും ഫിഅൽ കൊടുത്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ എന്തായിരിക്കും, മുലാരി ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഫിഅൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അത് നന്നായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6. മാ ഹുവ ജംഉ ലിൽ കലിമത്തി ദൗല. മാ ഹുവ ജംഉ ലി കലിമത്തി ദൗല. എന്താണ് ദൗല എന്നുള്ള കലിമത്തിൻ്റെ ജംഉ എന്താണ്? ദൗല എന്നുള്ള കലിമത്തിൻ്റെ ജംഉ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ദൗല എന്നുള്ളത് ദുവല് എന്നുള്ള വേർഡിൻ്റെ ജം ആണ് അല്ലേ. ഓപ്ഷൻ ഡി, ദുവൽ എന്നുള്ള വേർഡിൻ്റെ എന്താണ്, ദൗല എന്നത് മുഫ്രദാണ്, ദുവൽ എന്നതിൻ്റെ ജം ആണ്. ഓക്കെ, ദൗലത്തിൻ്റെ ജം ആണ് ദുവൽ. ഓക്കെ, അപ്പം അത് മറന്നു പോകരുത്. രാഷ്ട്രം അല്ലേ, ദൗല ദുവല്. ദൗലത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം, ദുവൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇനി നമ്പർ 7. മാ ഹുവ ഷാദ്. ഷാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കൂട്ടത്തിൽ പെടാത്തത്, ഓഡ് വൺ അല്ലേ. അത് ഏതാണെന്നാണ് ചോദ്യം. ഉസ്ഫൂർ, ലഖ്ലഖ്, ഖിൻസീർ, ബൂം. ഉസ്ഫൂർ, ലഖ്ലഖ്, ഖിൻസീർ, ബൂം. ഏതാ വരുന്നത്? ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ എന്താണ്, കിളികളെ പേരാണ്. ഉസ്ഫൂർ കിളിയാണ്, ലഖ്ലഖ് കിളിയാണ്, ബൂമും. അതേപോലെ ഖിൻസീർ എന്ന് പറഞ്ഞാൽ കിളിയാണോ? ഖിൻസീർ എന്ന് പറഞ്ഞാൽ എന്താണ്, കിളിയാണോ? കിളിയല്ല. ഖിൻസീർ എന്ന് പറഞ്ഞാൽ നമ്മളെ പന്നിക്കുട്ടനാണ് പറയുക അല്ലേ. പന്നിക്കാണ് നമ്മൾ ഖിൻസീർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പം ആ രീതിയിലാണ് കണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കുറേ പക്ഷികളെ പേര് തരും, അതിലൊരു മൃഗത്തിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ മൃഗങ്ങളെ പേര് തരും, അതിലൊരു പക്ഷി ഉണ്ടാവും. ആ രീതിയിലാണ് നമുക്ക് ഓഡ് വണ്ണിനെ എഴുതാൻ വേണ്ടി അവർ തരിക. ഓക്കെ ആണല്ലോ. അടുത്ത വന്നിട്ട് ബന ഷാജഹാൻ താജ്മഹൽ ലി ദിക്റ ഡേഷ് മുംതാസ്. നമുക്ക് താജ്മഹലിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. താജ്മഹലിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല അല്ലേ. താജ്മഹൽ എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? ഷാജഹാൻ അല്ലേ. ഷാജഹാൻ ആർക്ക് വേണ്ടി പണിതതാണ്? അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മുംതാസിന് വേണ്ടി പണിതതാണ് അല്ലേ. അപ്പോൾ ആരാണ് മുംതാസ്? അദ്ദേഹത്തിൻ്റെ വൈഫാണ് മുംതാസ് അല്ലേ, ഉറപ്പല്ലേ? അപ്പോൾ ആ വൈഫിന് വേണ്ടി എന്നുള്ള ഇവിടെ നോക്കിയ ഓപ്ഷൻ എ ഉമ്മ, ഓപ്ഷൻ ബി ഇബ്നിഹി, ഓപ്ഷൻ സി ഇബ്നത്തിഹി, ഓപ്ഷൻ സി ഇബ്നത്തിഹി, ഓപ്ഷൻ ഡി സൗജത്തിഹി അല്ലേ.
ഈ രീതിയിലാണ്. അപ്പോൾ സൗജത്ത് എന്നുള്ള ആൻസർ ആണ് എന്ത് അവിടെ കറക്റ്റായിട്ട് വരിക. കാരണം എന്താണ്, സൗജത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേട്ടോ. സൗജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭർത്താവ്. സൗജത്ത് ഭാര്യ. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. കൈഫ തഖൂലു ഫിൽ അറബിയ 2000 എന്ന് അറബിയിൽ എങ്ങനെയാണ് പറയാം? 2000 എങ്ങനെയാ പറയാ? കൈഫ തഖൂലു ഫിൽ അറബിയ 2000 എങ്ങനെയാ പറയാ? നമുക്കറിയാം 1000 നമ്മൾ എന്താ അറബിയിൽ പറയാ? 1000 എന്താ പറയാ അറബിയിൽ? ആലോചിച്ച് നോക്കിയേ, 1000 എങ്ങനെയാ നമ്മൾ അറബിയിൽ പറയാ? എങ്ങനെയാ പറയാ 1000? യെസ്, 1000 അൽഫ് എന്നാണ് പറയാ. അപ്പം 2000 അൽഫൈൻ അല്ലേ? അൽഫൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000. അപ്പോൾ ഇതേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ അൽഫ് എന്ന് പറഞ്ഞാൽ 1000, അൽഫൈൻ എന്ന് പറഞ്ഞാൽ 2000. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? യെസ്, ഇത് ഹാദാ കലമുൻ വാഹിദ്, കലമാനി ഇസ്നാനി. അതേപോലെ അൽഫ്, അൽഫൈൻ. ഓക്കെ, ആ രീതിയിൽ പറഞ്ഞാൽ മതി. അടുത്തത് മാ ഹുവ സ്വഹീഹ്, ഏതാണ് ശരി എന്നാണ്? ഷത്ലത്ത്, ബൈത്ത്, ഇബ്നത്ത്, നബ്ത്ത്. ഈ വേർഡുകളിൽ ഏതോ ഒരു വേർഡ് ശരിയാണ്, ബാക്കിയൊക്കെ തെറ്റാണ്. ഏതാണ്? നബ്ത്ത് എന്ന് പറഞ്ഞാലുള്ള വേർഡാണ് ശരി. കാരണം നബ്ത്ത് എന്ന് പറഞ്ഞാൽ വളരുക എന്നാണ് കേട്ടോ, വളരുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഐന തഖഉ ജാമിഅത്തി മലയാളം, ജാമിഅത്ത് മലയാളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാമിഅത്ത് മലയാളം, അതായത് മലയാളം യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതായത് ഓപ്ഷൻ എ തിരൂര്, ഓപ്ഷൻ ബി എവിടെയാണ് വരുന്നത്? കാലടി, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി പാലക്കാട്. അപ്പോൾ ഇതിലെവിടെയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, തിരൂരാണ് കേട്ടോ, തിരൂര്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് 12. കാനത്ത് ആയിഷ ഡേഷ് അലൽ മഖഅദി, കാനത്ത് ആയിഷ ഡേഷ് അലൽ മഖഅദി. ആയിഷ ഡേഷ് അലൽ മഖഅദി, എവിടെയോ ഒന്ന് ഇരുന്നു. എവിടെയാണ്? മഖഅദിലാണ് ഇരുന്നത്. അപ്പം ആയിഷയാകുമ്പം ഇരിക്കുക എന്നുള്ള പ്രയോഗം സ്ത്രീലിംഗത്തിലേക്ക് വരണം. പെൺകുട്ടിയല്ലേ, അപ്പം സ്ത്രീലിംഗത്തിലേക്ക് വരണം. പിന്നെ അതൊരു ഹാലാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാൽ എന്ന് പറയുമ്പോൾ തെൻവീൻ ഫതഹ പ്ലസ് അലിഫ് വരണം അല്ലേ? തെൻവീൻ ഫതഹ. അപ്പോൾ തെൻവീൻ ഫതഹ വരണം ഹാൽ ആയതുകൊണ്ട്. അപ്പം ജാലിസത്തൻ, കണ്ടോ? ജാലിസത്തൻ അവിടെ സ്ത്രീലിംഗമായിട്ടുണ്ട്, ഹാലിൻ്റെ തെൻവീൻ ഫതഹയും വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ മാം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? ഖായിമത്തൻ, നിന്നുകൊണ്ട് അല്ലേ? ഖായിമത്തൻ അല്ലേ? അപ്പോൾ ആ രീതിയിൽ ജാലിസത്തൻ. ഇനി ബോയ് ആണെങ്കിലോ ജാലിസൻ. ഓക്കെ, ആ രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് 13. നഖ്താറു അൽ കലിമ അൽ മുനാസബ ലിയൗമുൽ ഈദ്, ഈദിൻ്റെ ദിവസം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ഏതാണ് ഒരു വേർഡ് ഉണ്ട്? ഈദിൻ്റെ ദിവസം നമ്മൾ അഭിസംബോധന ചെയ്യുന്ന വേർഡ് ഏതായിരിക്കും? ഓപ്ഷൻ എ ഷഫാഖല്ല എന്ന് നമ്മൾ ഈദിൻ്റെ ദിവസം പറയോ? ഈദിൻ്റെ ദിവസം ഷഫാഖല്ല എന്ന് പറയോ? അങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ അല്ലേ? ഈദിൻ്റെ ദിവസം ഷഫാഖല്ല എന്ന് നമ്മൾ പറയാനുള്ള ചാൻസ് ഇല്ല. ഈദുൽ അത്ഫാൽ എന്ന് നമ്മൾ പറയോ? ഈദുൽ അത്ഫാൽ അതായത് നമ്മൾ കുട്ടികളുടെ ദിവസമാണോ? അല്ല. പിന്നെ ആമുൻ ജദീദ്, പുതിയ വർഷം, ന്യൂ ഇയർ, അങ്ങനെയാണോ? അല്ല, ന്യൂ ഇയർ അല്ല അല്ലേ? പിന്നെ ഏതാണ് വരുന്നത്? യെസ്, ഈദ് മുബാറക് എന്നാണ് നമ്മൾ പറയാ അല്ലേ? ഈദിൻ്റെ ദിവസം ഈദ് മുബാറക് അല്ലേ? എല്ലാവരോടും നമ്മൾ കാണുന്നവരൊക്കെ നമ്മൾ പറയും എന്താണ്? ഈദ് മുബാറക്, ആ രീതിയിലാണ് പറയുക അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, മൻ ഹുവ റഈസുൽ ഹിന്ദി ഹാലിയൻ. യെസ്, ഇത് ഈ ക്വസ്റ്റ്യൻ ഇട്ട സമയത്തുള്ള ആളുടെ പേരാണ് ചോദിച്ചത്. ആരാണ് റഈസുൽ ഹിന്ദി? ഇപ്പോൾ ആരാണ് റഈസുൽ ഹിന്ദി എന്ന്. അപ്പോൾ അന്ന് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഇപ്പം ആരാണെന്നാണ് ഇനി നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ അത് പഠിക്കണം. ഓക്കെ, അടുത്തത്
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൻ യുഅറഫു ബി ദുന്നൂറൈൻ. ആരാണ് ദുന്നൂറൈൻ എന്നറിയപ്പെട്ടത്? ദുന്നൂറൈൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ദെൻ ഓപ്ഷൻ ബി അബൂബക്കർ, ഓപ്ഷൻ സി അലി, ഓപ്ഷൻ ഡി മുആവിയ. ആരാണ് ദുന്നൂറൈൻ? യെസ്, നമുക്കറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ദുന്നൂറൈൻ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പം ഈ രീതിയിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി നിങ്ങളോട് എന്താ പറയുക, ലുഗത്തിൽ നിന്നും അദബിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കും അല്ലേ. യെസ്, ഇപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. മൻ ഹുവ മഅറൂഫ് ബി അമീർ ശുഅറ. അമീർ ശുഅറ എന്നറിയപ്പെടുന്ന ആള് ആരാണ്? ഇതാണ് ചോദ്യം അല്ലേ. അമീർ ശുഅറ മനസ്സിലവിടെ എഴുതി വെച്ചോ. അമീർ ശുഅറ എന്ന് പറഞ്ഞാൽ ആരാണ്? അഹ്മദ് ഷൗക്കിയാണ് അല്ലേ. അഹ്മദ് ഷൗക്കിയെയാണ് അമീർ ശുഅറ എന്ന് പറയുന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൻ ഹുവ മഅറൂഫ് ബി ഷാഇരി നെയിൽ. നെയിലിൻ്റെ കവി അല്ലേ, നൈലിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? മൻ ഹുവ ഷാഇറു ബി നെയിൽ, ഷാഇറു നെയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് ഷാഇറു നെയിൽ? യെസ്, ആരാണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. യെസ്. ഹാഫിൽ ഇബ്രാഹിം അല്ലേ. ഹാഫിൽ ഇബ്രാഹിം ആണ് ഷാഇറു നെയിൽ അല്ലേ. ഹാഫിൽ ഇബ്രാഹിം. അപ്പൊ അമീർ ശുഅറ അഹ്മദ് ഷൗക്കി, ഷാഇറു നെയിൽ ഹാഫിൽ ഇബ്രാഹിം. ഓക്കെ, പിന്നെ എന്താണ്? യെസ്, മാ ഹിയ അൽ ഖസീദത്തു മലയാളമിയ അൽ മഷ്ഹൂറ അല്ലത്തി ഖദ് തർജുമത് ഇലൽ അറബിയ ബിഇസ്മി സഹ്റത്തു സാഖിത. കൊഴിഞ്ഞ പൂവുകൾ എന്ന് പറയുന്ന മലയാളം കവിത അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത് പിന്നെ ആരാണത് അല്ലേ. യെസ്, മാഹിയ ഖസീദത്തുൽ മലയാളമിയ. ഏത് മലയാളം ഖസീദയാണ് അൽ മഷ്ഹൂറ അറിയപ്പെട്ട അല്ലത്തി വഖദ് തർജുമത്ത് ഇല അറബിയ ബിഇസ്മി സഹ്റത്തു സാഖിത അല്ലേ. ഏതാണ് സഹ്റത്തു സാഖിത എന്ന പേരിൽ അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത ആ ഒരു മലയാളം കവിത ഏതാണ്? ആരാണ്? നല്ല ചോദ്യം. ഏത് കവിതയാണ് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് സഹ്റത്തു സാഖിത എന്ന പേരിൽ ട്രാൻസ്ലേഷൻ ചെയ്ത മലയാളം കവിതയുടെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്. യെസ്, ഏതാണ്? വീണപ്പൂവ് അല്ലേ. വീണപ്പൂവ് നല്ല കുമാരനാശാന്റെ വീണപ്പൂവാണ് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത സഹ്റത്തു സാഖിത അല്ലേ. അപ്പം ഈ രീതിയിലാണ് നമ്മളോട് അദബിൽ നിന്നും ലുഗയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പം അത് നമ്മളെ മൈൻഡിൽ ചെയ്യണം, നന്നായിട്ട് ഇരിക്കണം. ഓക്കെ ആണല്ലോ. യെസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കാരണം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, ലാസ്റ്റ് ഒന്നും ആൻസർ മര്യാദയ്ക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഈ രീതിയിലാണ് മക്കളെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് മാം കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞ് ഫുള്ളാക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഇത് നന്നായിട്ട് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ആ ഒരു രീതിയിലേക്ക് ചെയ്യണം, സെറ്റാക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. സോ നമ്മൾ ഇന്നെടുത്ത 30 ക്വസ്റ്റ്യൻസ്, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നടത്തി? 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തിയത്. ആ 30 ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം എന്തായാലും ഈ ഒരു പാറ്റേണിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഖുർആനിൽ നിന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കും. അതേപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതേപോലെ അദബിൽ നിന്നും ലുഗയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് പഠിക്കുക. കവി ജനിച്ചത് എവിടെയാണ്, അതേപോലെ പിന്നെ അറിയപ്പെട്ട ദിവസങ്ങൾ അല്ലേ, ഡേയ്സുകൾ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നന്നായിട്ട് ചെയ്യുക,
പഠിച്ചിട്ട് പോവാ. ഓക്കെ, അപ്പം നാളത്തെ എക്സാം എല്ലാവരും തകർത്ത് എഴുതണം ഇൻഷാ അല്ലാ. അപ്പം എല്ലാവരും നല്ല പോലെ എക്സാം എഴുതി ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ശരി മക്കളെ, എല്ലാവർക്കും ഇൻഷാ അല്ലാ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതി USS കിട്ടട്ടെ എന്ന് മാം ആശംസിക്കുകയാണ്. അപ്പം ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.